Hi, I'm Samiha from Jovis Perfect Academy. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഓക്സിലറീസും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസുകളുമാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോഴും അവിടെ നമ്മൾ ഇസ്, ആം, ആർ, അതേപോലത്തെ വില്ല്, ക്യാന്, കുഡ്, ഷുഡ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. So, we are starting with the auxiliaries and their basic rules. അപ്പോൾ ഈ പറഞ്ഞ ഓക്സിലറി വെർബ്സുകളുടെയൊക്കെ ബേസിക് ആയിട്ടുള്ള റൂൾസുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് റൂൾ, ഓക്സിലറി വേർബ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ടൈപ്പ് ഓക്സിലറീസ് ഉണ്ട്. ഒരെണ്ണം പ്രൈമറിയും ഒരെണ്ണം മൊഡാലുമാണ്. അതായത് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ബി ഫോംസുകൾ പറയാം, ഡു ഫോംസുകൾ എന്ന് പറയാം, ഹാവ് ഫോംസുകൾ പറയാം. ഇപ്പോൾ ഓരോ ടെൻസസിൽ വരുമ്പോഴും ഓരോ ഫോംസുകളാണ് അല്ലേ. ഇപ്പോൾ ഡു ഫോംസ് ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. അതേപോലെ ബി ഫോംസുകൾ ഇസ്, ആം, ആർ, ഇതേപോലത്തെ ഒക്കെ സാധനങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഇതപ്പോൾ അക്കോർഡിംഗ് ടു ദ ടെൻസസ് ആണ് നമ്മൾ ഓരോ സെൻറ്റൻസിലും മാറ്റം വരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമറി ഓക്സിലറീസ്. ആൻഡ് അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓക്സിലറി വേർബാണ് മൊഡാൽ വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, മൊഡാൽ വേർബ് എന്ന് പറയുമ്പോൾ can, could, will, would, shall, should, may, might, must, need, ought to, used to, dare, ഇതൊക്കെ മൊഡാൽ വേർബ്സുകളാണ്. ഇതൊക്കെ നമ്മൾ മൊഡാൽ വേർബ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളൊരു പോസിബിലിറ്റി, സജഷൻസ്, വാർണിങ്സ്, അഡ്വൈസ്, അല്ലെങ്കിൽ പെർമിഷൻ, റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ എബിലിറ്റി, വില്ലിങ്നെസ്, ഹാബിറ്റ്സ്, പ്രിഫറൻസ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്ന മൊഡാൽസ് ആണ് ഇത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സെൻറ്റൻസുകളിൽ. പക്ഷെ അപ്പോഴും പലർക്കും മൊഡാൽ വേർബ്സുകൾ സെൻറ്റൻസിൽ വരുമ്പോൾ അതിൻ്റെ യൂസസ് അറിയാണ്ട് തെറ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് അതാണ് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് അതിൻ്റെ യൂസസ് എന്താണെന്നാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഹെൽപ്പിംഗ് വേർബ്സ് എന്നായാലും നമ്മൾക്ക് ഇതിനെ പറയാം. ഈ ഓക്സിലറി വേർബ്സിന് നമ്മൾക്ക് ഹെൽപ്പിംഗ് വേർബ്സ് എന്നായാലും പറയാം. അതായത് ഒരു സെൻറ്റൻസിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നവയാണ് ഇതെല്ലാനും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് നമ്മൾക്ക് അതിന് ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയാം. ഒരു അപ്ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ഷീ ഈസ് റീഡിങ്, അവൾ വായിക്കുകയാണ്. അപ്പോൾ ആണ് എന്ന് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഈ ഷീ എന്ന് പറയുന്നതിനും ഈ റീഡിങ് എന്ന് പറയുന്നതിനും കണക്ട് ചെയ്യാൻ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്ന സംഭവമാണ് ഇസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അക്കോർഡിംഗ് ടു ദ ടെൻസസ് നമ്മൾ ഈ ഇസ് എന്ന് പറയുന്നത് മാറാം. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു ദ ടെൻസസ് ആൻഡ് സബ്ജക്ട്സ് ആണ് നമ്മൾ അതിന് മാച്ച് ആയിട്ടുള്ളത് നമ്മളവിടെ വെക്കാറ്. ഇനി കം വിത്ത് ദ മെയിൻ വെർബ് ടു ക്രിയേറ്റ് ഡിഫറെൻറ്റ് ടെൻസസ്. അതായത് മെയിൻ വെബിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പല ടെൻസസുകളായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ദ പ്രൈമറി ഓക്സിലറീസ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ആസ് മെയിൻ വെർബ് ആൻഡ് ഹെൽപ്പിംഗ് വെർബ്. അതായത് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യും? മെയിൻ വെർബിനെ ഹെൽപ്പിംഗ് വെർബായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സംടൈംസ്. ആൻഡ് അതേപോലെ തന്നെ മൊഡാൽസിൽ ഇപ്പോൾ കുറേ മൊഡാൽസ് ഞാനിപ്പോൾ പറഞ്ഞു. അതിലിപ്പോൾ നീഡും ഡയർ എന്നൊക്കെ പറയുന്നത് സെമി മൊഡാൽ എന്നറിയപ്പെടുന്നത്. അതായത് കാരണം സംടൈംസ് ഈ പറയുന്ന നീഡ്, ഡയർ എന്നൊക്കെ പറയുന്നത് ഈ മൊഡാൽ വെർബ്സുകൾ മെയിൻ വെർബായിട്ടും ബിഹേവ് ചെയ്യാറുണ്ട്, അതായത് പെരുമാറാറുണ്ട് ഓരോ സെൻറ്റൻസിൽ. അപ്പോൾ നീഡ്, ഡയർ എന്ന് പറയുന്നതിന് നമുക്ക് സെമി മൊഡാൽ എന്ന് പറയാം. ഫുള്ളി മൊഡാലിന് നമുക്കത് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം സംടൈംസ് നമ്മളത് വേർബാക്കിയിട്ട് മെയിൻ വേർബാക്കിയിട്ടും സെൻറ്റൻസുകളിൽ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് അതിൻ്റെ യൂസസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രൈമറിയിലേക്ക് വരാണെങ്കിൽ, പ്രൈമറി ഓക്സിലറീസിലേക്ക് വരാണെങ്കിൽ ഇറ്റ് ടു ഫോം ഡിഫറെൻറ്റ് ടെൻസസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗേഷൻസ്. അതായത് പല ടെൻസസുകൾ, ക്വസ്റ്റ്യൻസുകൾ, നെഗേഷൻസ് ഒക്കെ വരുമ്പോൾ പല ഫോമിലായിട്ട് അത് മാറുന്നുണ്ട് പ്രൈമറി ഓക്സിലറീസ്. ആൻഡ് അതേപോലെ തന്നെ മൊഡാൽസ് ആണെങ്കിൽ നമ്മൾ പോസിബിലിറ്റി, നെസസിറ്റി, എബിലിറ്റി, റിക്വസ്റ്റ്, പെർമിഷൻ, ഒബ്ലിഗേഷൻ ആൻഡ് സോ ഓൺ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മൊഡാൽസും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് യൂസസുകളിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് വെർബ്സിലേക്ക് നമ്മൾ പോകും. ഓക്സിലറീസിലേക്കും പോകും, പ്രൈമറി വെർബിലേക്കും പോകും, ആൻഡ് മൊഡാൽ വെർബിലേക്കും നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ യൂസസും അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സും. ഇനി നമ്മൾക്കത് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു ഒരു ഹോംവർക്ക് പോലെ, ഒരു ആക്ടിവിറ്റി പോലെ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ
ഇവിടുത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഷീ മൈറ്റ് ഡാഷ് ടുമാറോ എന്നാണ്. അതായത് ഷീ മൈറ്റ് എന്ന് പറയുന്നത് പോസിബിലിറ്റി കാണിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ചിലപ്പോൾ എന്ന് പറയാം. ആൻഡ് സാധ്യത കുറവ് കാണിക്കാനും കൂടിയാണ് നമ്മൾ ഈ പറയുന്ന മൈറ്റ് യൂസ് ചെയ്യുന്നത്. സാധ്യത കൂടുതലാവുമ്പോൾ മേ യൂസ് ചെയ്യാം. ആൻഡ് ഷീ മൈ ഡാഷ് ടുമോറോ. അപ്പോൾ ഗോയ് ആണോ വെന്റ് ആണോ ഗോയിങ് ആണോ എന്നുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മൈറ്റ്, മസ്റ്റ്, ക്യാന്, വില്ല് ഇങ്ങനത്തെ മൊഡാൽസ് നമ്മളെ പ്രോണൗൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള മെയിൻ വേർബ് എപ്പോഴും V1 വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിട്ടുള്ളത് ഗോയ് ആണ് അല്ലേ, ഗോയിന്റെ ഫസ്റ്റ് ഫോം ഗോ ആണ് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഷീ മൈറ്റ് ഗോ ടുമാറോ എന്ന് പറയാം. ഓക്കെ, വെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം, ഗോയിങ് എന്ന് പറയുന്നത് ഗോയിന്റെ ING ഫോമാണ്, ജെറൻഡ് ഫോം ആണ്. ആൻഡ് അതേപോലെ തന്നെ നെക്സ്റ്റ് ഐ വിൽ ഡാഷ് ദ പ്രോജക്ട് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വില്ല് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു വില്ല് വരുമ്പോൾ നമ്മൾ വേർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യാന്ന് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഐ വിൽ സബ്മിറ്റ് ദ പ്രൊജക്ട് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത്. സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ V3യിലേക്ക് പോവും. സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ING ഫോം ആണ്, സബ്മിറ്റ് ആണ് V1 ഫോം. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഷീ മൈറ്റ് ബി ഡാഷ് ടുമാറോ. ഇപ്പൊ നേരത്തെ നമ്മൾ മൈറ്റ് മാത്രമാണ് യൂസ് ചെയ്തത്, അപ്പോൾ V1 യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ മൈറ്റ് ബി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൈറ്റ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു മൊഡാലിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം, വേർബ് ING ഫോം ചേർക്കണം. ഓക്കെ, അപ്പോൾ ഷീ മൈറ്റ് ബി ഗോയിങ് ടുമാറോ. മൈറ്റ് ബി വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അങ്ങനത്തെ മൈറ്റ് ബി വെച്ചിട്ടുള്ള മൊഡാൽസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള മെയിൻ വേർബിന് ING ഫോം തന്നെ യൂസ് ചെയ്യണം. ആൻഡ് ഐ വിൽ ബി ഡാഷ് ദിസ് ടുമോറോ. ഇവിടെ വിൽ ബി വന്നു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു മൈറ്റ് ബി യൂസ് ചെയ്തു അല്ലെ മൈറ്റിന്റെ കൂടെ, അപ്പൊ വേർബിന്റെ ING ഫോം കൊടുത്തു. അപ്പൊ ഇവിടെ മൊഡാൽ വേർബിൽ വിൽ എന്ന് പറയുന്ന മൊഡാലിന്റെ കൂടെ ബി ആഡ് ചെയ്തു. അപ്പോഴും ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, വേർബിന്റെ ING ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഡു, ഡിഡ്, ഡൂയിങ് ഇതിലേതായിരിക്കും വരാം, ഡൂയിങ് ആണ് വരാം അല്ലെ. ആൻഡ് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഐ കുഡ് ഡാഷ് വെരി വെൽ വെൻ ഐ വാസ് എ കിഡ്. അതായത് ഐ കുഡ് എന്ന് പറയുന്നത് ഒരു മൊഡാലാണ്, അത് പാസ്റ്റിൽ കാണിക്കുന്ന മൊഡാലാണ്. ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത്, ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ ഐ കുഡ് ഡാഷ് വെരി വെൽ വെൻ ഐ വാസ് കിഡ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ എന്തൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒക്കെ മൊഡാൽസ് ക്യാന്, കുഡ്, ഷാള്, ഷുഡ് ഇങ്ങനത്തെ മൊഡാൽസ് വന്നാലും നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള മെയിൻ വേർബ് എന്ത് യൂസ് ചെയ്യണം, വേർബിന്റെ ഫസ്റ്റ് ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഐ കുഡ് സിങ്, സാങ്, സാങ്. അപ്പോൾ സിങ്ങിന്റെ 3 ഫോംസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ക്യാൻ, കുഡ്, ഷാള്, ഷുഡ് എന്നുള്ളിടത്ത് V1 ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ കുഡ് വന്നതുകൊണ്ട് ഈ സിങ് എന്നുള്ളതാണ് അവിടെ യൂസ് ചെയ്യുക അല്ലെ, ആപ്റ്റ് ആയിട്ട് വന്നത്. സിങ് ആണ് ഫസ്റ്റ് ഫോം, ബേസ് ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ ഐ കുഡ് സിങ് വെരി വെൽ വെൻ ഐ വാസ് എ കിഡ് അങ്ങനെ വരും. ആൻഡ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റിൽ ഒരു കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു ആക്ഷനെ പറ്റിയിട്ട് പറയുന്നതാ. അതായത് ഞാൻ പറഞ്ഞു ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് പറയുന്നത്. സോ കുഡ് നമ്മൾ പാസ്റ്റിൽ പറയുമ്പോൾ, പാസ്റ്റിൽ നമ്മുടെ എബിലിറ്റി പറയുമ്പോൾ യൂസ് ചെയ്യാവുന്ന ഒരു മൊഡാലാണ്. ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ എബിലിറ്റി പ്രസന്റിൽ പറയുമ്പോൾ ക്യാൻ യൂസ് ചെയ്തിട്ട് പറയാം. സോ നമ്മൾ പലതരത്തിൽ പറയുന്ന എബിലിറ്റീസ് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കഴിവുകൾ, എന്നെക്കൊണ്ട് അത് പറ്റും, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോഴൊക്കെ, എന്നെക്കൊണ്ട് അത് കഴിയും എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഐ ക്യാൻ സ്വിം വെൽ, ഐ ക്യാൻ സിങ് അങ്ങനെയൊക്കെ പറയാം. ഐ ക്യാൻ സെൻസസ് വഴിയിട്ട് നമ്മൾ പറയില്ലേ സെൻസസുകൾ, ഐ ക്യാൻ ടച്ച്, ഐ ക്യാൻ സീ, അപ്പോഴും ക്യാൻ യൂസ് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ മെൻ്റൽ പ്രോസസ്സ് വഴിയുള്ള നമ്മുടെ കഴിവുകൾ പറയുമ്പോഴും നമ്മൾക്കിത് യൂസ് ചെയ്യും. നമ്മളിപ്പോൾ ചോദിക്കാറില്ലേ ക്യാൻ യു റിമെമ്പർ മൈ നെയിം, അല്ലെങ്കിൽ ഐ കുഡിൻ ഡിസൈഡ്, അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യും. ക്യാനും കുഡ് നമ്മളെ എബിലിറ്റി പറയുമ്പോൾ യൂസ് ചെയ്യാവുന്ന മൊഡാൽസുകളാണ്. ബട്ട് ക്യാനിൻ്റെ പാസ്റ്റ് ആയിട്ട് വരുന്നത് കുഡാണ്. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, ഐ കുഡ് ഹാവ് ഡാഷ് ബെറ്റർ ദാൻ യു. അപ്പോൾ ഇവിടെ കുഡിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്തു. സോ സാധാരണ ഈ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴാണ്. നമ്മുടെ ടെൻസസിൽ പെർഫെക്റ്റ് ആക്ഷൻ വരുമ്പോൾ, അതായത് ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഹാവ് ഓർ ഹാസ് എന്നാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഐ വന്നതുകൊണ്ട് ഇവിടെ ഹാവ് യൂസ് ചെയ്തു അല്ലേ. ഹീ, ഷീ, ഇറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാസ് യൂസ് ചെയ്യാം. ഐ, യു, വി, ദേ ആണെന്നുണ്ടെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറിയാണ് ഹാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മൊഡാലിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഡ് ഹാവ്
കുഡ് ഹാവ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുഡ് ഹാവ് വരുമ്പോൾ തൊട്ടടുത്തുള്ള മെയിൻ വേർബ് എന്തായിരിക്കണം? V3 ആയിരിക്കണം. പെർഫെക്റ്റ് ആക്ഷനിൽ നമ്മൾ എപ്പോഴും V3 ഫോംസ് ആണ് ആഡ് ചെയ്യുക കേട്ടോ. കണ്ടിന്യൂസ് ആക്ഷൻ വരുമ്പോൾ അവിടെ വേർബിൻ്റെ ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. 3 ടെൻസസിൽ ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് അവിടെയൊക്കെ വേർബിൻ്റെ ING ഫോം ആയിരിക്കും. ആൻഡ് 3 ടെൻസസ് ഇപ്പോൾ പെർഫെക്റ്റ് ആക്ഷനിലാണ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, അവിടെ 3 എണ്ണത്തിലും സ്ട്രക്ചറിൽ വരുന്നത് വേർബിൻ്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇവിടെ കുഡ് ഹാവ് ആയതുകൊണ്ട് V3 യൂസ് ചെയ്യുന്നു. സിങ്, സാങ്, സങ്. അപ്പോൾ സങ് ആണ് തേർഡ് ഫോം. ഐ കുഡ് ഹാവ് സങ് ബെറ്റർ ദാൻ യു എന്ന് പറയാം. ആൻഡ് അതേപോലെ തന്നെ അത് റെഫർ ചെയ്യുന്നത് എന്താണ്? യു ഡിഡിൻ പെർഫോം ദ ആക്ഷൻ, യു ആർ ജസ്റ്റ് കമ്പയറിങ്. അതായത് നമ്മളിവിടെ പെർഫോം ചെയ്യുകയല്ല ചെയ്യുന്നത്, വി ആർ ജസ്റ്റ് കമ്പയറിങ് ഇൻ ഹിയർ. നമ്മളിവിടെ കമ്പയർ ചെയ്തിട്ടുള്ളൊരു മീനിങ്ങിലാണ് നമ്മളവിടെ പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യു മസ്റ്റ് ഡാഷ് ടു ദ പാർട്ടി. അതായത് പാർട്ടി വെക്കണം എന്നുള്ളത്, നീ എന്തായാലും പാർട്ടി വെക്കണം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ മസ്റ്റ് എന്ന് പറയുന്ന മൊഡാലാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ യൂഷ്വലി ഞാൻ പറഞ്ഞു മസ്റ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ യു മസ്റ്റ് കം ടു ദ പാർട്ടി എന്നാണ് പറയുക. കെയിം ഓർ കമ്മിങ് അല്ല യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കം ആണ് ഫസ്റ്റ് ഫോം, അപ്പോൾ കം യൂസ് ചെയ്യാം. യു മസ്റ്റ് നോട്ട് വരാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ V1 തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഗോ എന്ന് വരും. യു മസ്റ്റ് നോട്ട് ഗോ ടു ദ പാർട്ടി എന്ന് വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് ഡാഷ് ദ പ്രോജക്റ്റ്. ഇവിടെ ഹാവ് യൂസ് ചെയ്തു. ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ V3 തന്നെ യൂസ് ചെയ്യണം. ആൻഡ് ഇവിടെ ഹാവ് വന്നതുകൊണ്ട് ഈ കംപ്ലീറ്റഡ്, കംപ്ലീറ്റിംഗ്, ഇവിടെ തേർഡ് ഫോം എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആണ് അല്ലേ, V3 ഫോം. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് അങ്ങനെ വരും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഹാവ് ബീൻ ഡാഷ് ദ പ്രോജക്റ്റ്. ഹാവ് ബീൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഹാവ് ബീൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്ഷൻ ടെൻസസ് വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇവിടെയൊക്കെ വരുമ്പോൾ ഓക്സിലറീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർബിൻ്റെ ING ഫോം യൂസ് ചെയ്യണം. ബിക്കോസ് ഇവിടെ കണ്ടിന്യൂസ് ആക്ഷനും കൂടി ഉണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾക്കിവിടെ എന്ത് യൂസ് ചെയ്യണം? വേർബ് ING ഫോം യൂസ് ചെയ്യണം. സോ ദ ഹാവ് ബീൻ എന്താണ് യൂസ് ചെയ്യേണ്ടത്? വേർബ് ING ഫോം ആണ്. അപ്പോൾ കംപ്ലീറ്റിംഗ് എന്നാവും. അതായത് ഹാവ് ബീൻ, ഹാസ് ബീൻ, ഹാഡ് ബീൻ ഇതൊക്കെ വരുമ്പോഴും വേർബ് ING ഫോം തൊട്ടടുത്തുള്ള മെയിൻ വേർബ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. സോ കംപ്ലീറ്റിംഗ് ദ പ്രൊജക്റ്റ് എന്ന് വരും. സോ ഇതാണ് നമ്മളുടെ ഓക്സിലറീസിൻ്റെ ബേസിക് റൂൾസുകൾ എന്ന് പറയുന്നത് ആൻഡ് മെയിൻ ഫീച്ചേഴ്സും. അപ്പം ഭയങ്കര ഈസിയാണ്. നമ്മളിപ്പോൾ ഈ സാം 6 എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഹെൽപ്പിംഗ് വേർബ്സുകളാണ്. അപ്പോൾ അത് നേരെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താവും? വാസ് ഓർ വേർ എന്നാവും. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സബ്ജക്ട്സ് നമ്മൾക്കത് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഹീ, ഷീ, ഇറ്റ് ആണെങ്കിൽ എസ് യൂസ് ചെയ്യുക, ഐ ആണെങ്കിൽ ആം യൂസ് ചെയ്യുക, UV ആണെങ്കിൽ ആർ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വാസ്, വേറും. വാസ് എന്ന് പറയുന്നത് സിംഗുലർ, വേർ എന്ന് പറയുന്നത് പ്ലൂരൽ. ആൻഡ് ഹാസ്, ഹാവ്. ഹാസ് സിംഗുലർ, ഹാവ് പ്ലൂരൽ. ഹാഡ് എന്ന് പറയുന്നതാണ് പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. സോ അത് എപ്പോഴും ഹാഡ് തന്നെ. IUV, ഹീ, ഷീ, ഇറ്റ് ഒക്കെ വരുമ്പോൾ ഹാഡ് തന്നെ യൂസ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഡു ഫോംസുകളിലും ഡസ് വരുമ്പോൾ ഹീ, ഷീ, ഇറ്റ് യൂസ് ചെയ്യുക. IUV വരുമ്പോൾ ഡു യൂസ് ചെയ്യുക. ആൻഡ് പാസ്റ്റിൽ വരുമ്പോൾ അത് ഡിഡ് ആവും. IUV, ഹീ, ഷീ, ഇറ്റിൽ നമ്മൾ ഡിഡ് തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ദ ഫ്യൂച്ചറിൽ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. വില്ല്, വിൽ ബി, വിൽ ഹാവ് ബി, കണ്ടിന്യൂ, വിൽ ഹാവ് ബീൻ അങ്ങനെയാണ് വരാം. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് അക്കോർഡിംഗ് ടു ദ ടെൻസസ് ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് പ്രോണൗൺ സബ്ജക്ട്സുകൾ, നമ്മൾ ഒരു സബ്ജക്ട്സുകൾ നോക്കിയിട്ടാണ് ഈ പറയുന്ന ഓക്സിലറീസ് നമ്മൾ ഓരോ സെൻറ്റൻസിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി കറക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്സ് വരില്ല. അതർ ദാൻ അതിലെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മാറിപ്പോവാം. ഓക്കെ, സോ അപ്പോൾ മൊഡാൽസുകളും ഓക്സിലറി വേർബ്സിനെ പറ്റിയിട്ട് ഇത്രയാണ് എനിക്കൊന്ന് പറയാനുള്ളത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.